ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് സ്രോഡിഞ്ചർ ഇക്വേഷൻ. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞത് സ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഫോം പറഞ്ഞു, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഓരോരോ സിസ്റ്റങ്ങൾക്ക് ഈ കിട്ടിയ സ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അതാത് സിസ്റ്റത്തിലെ പാർട്ടിക്കിളുകളുടെ വേവ് ഫംഗ്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ അറിയാം, ടൈം ഇൻഡിപെൻഡൻറ്റ് സ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ ഈസ് -h×2/2m d² ψ/dx² പ്ലസ് u of x ഇൻറ്റു ψ ഈക്വൽ ടു ഈ ψ. ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഫോം ഇതാണ്, ജനറൽ ഫോം. ഈ ഇക്വേഷൻ എന്തായാലും എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. നമ്മൾ ഇനിയിപ്പോൾ ഓരോ സിസ്റ്റം എടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ u of xൻ്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ψ കണ്ടെത്തുക. അതാണ് ജനറൽ ഫോർമാലിസം. പിന്നെ നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കേണ്ടി വരും, അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾസ് ഏതാക്കാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എനർജി. ഒരു സിസ്റ്റത്തിൽ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം സോൾവ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിലെ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടെത്താം. പിന്നെ രണ്ടാമത്തത് എക്സാമ്പിൾ ഫ്രീ പാർട്ടിക്കിൾ, അതായത് ഒരു ഫോഴ്സും ഇല്ലാത്ത ഒരു കേസ്. പിന്നെ മൂന്നാമത്തത് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എനർജി വെൽ. നാലാമത്തത് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എനർജി വെൽ. പിന്നെ 5 2 ഡയമെൻഷനൽ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എനർജി വെൽ. അപ്പോൾ ഇതൊക്കെ എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയാണ് എല്ലാത്തിലും ഉണ്ടാവുക, നമ്മൾ മാറ്റി കൊടുക്കേണ്ടി ഉണ്ടാവുക. സ്രോഡിഞ്ചർ ഇക്വേഷൻ പഠിച്ചാൽ പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ അവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ അവസാനം സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്സ് ആൻഡ് ബാരിയേഴ്സ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾസ്. ഇനി നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം, കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ ടോപ്പിക്ക് പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിളിൻ്റെ ടോപ്പിക്ക് എന്താണ്, കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എനർജി. ഒരു സിസ്റ്റത്തിലെ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, അതാണ്. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്, വൺ ഡയമെൻഷനൽ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ്, സ്രോഡിഞ്ചർ ഇക്വേഷനാണ്. കാരണം നമ്മളിപ്പോൾ മുമ്പ് ഡിസ്കസ് ചെയ്ത സ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഫോം എന്താണ്, -h×2/2m d² ψ/dx² പ്ലസ് u of x ഇൻറ്റു ψ ഈക്വൽ ടു ഈ ψ. ഇത് എക്സിൻ്റെ ഫംഗ്ഷനാണെല്ലാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയ വൺ ഡയമെൻഷനൽ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ടൈം ഇൻഡിപെൻഡൻറ്റ് കേസാണ്. ടൈമും കൂടി വരുമ്പോൾ ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ്, അതായത് ടൈമിനൊന്നും ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത കേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പ്രോബ്ലങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾസൊക്കെ. അപ്പോൾ ഇവിടെ ψ നമുക്ക് എന്തായിരിക്കും, എക്സിൻ്റെ ഫംഗ്ഷനായിട്ടായിരിക്കും ലഭിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള പ്രോബ്ലത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും, നമുക്ക് u of xനെ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. ആ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അതിന് u0 എന്ന് വിളിക്കാം. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നൊട്ടേഷൻ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ u of x ഈക്വൽ ടു u0 കോൺസ്റ്റൻറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളെ സ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്, വൺ ഡയമെൻഷനൽ സ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ടൈം ഇൻഡിപെൻഡൻറ്റ് കേസ്. ആ ഇക്വേഷൻ ഏതാണിത്, നമ്മൾ പറഞ്ഞ -h×2/2m d² ψ/dx² പ്ലസ് u of x ഇൻറ്റു ψ ഈക്വൽ ടു ഈ ψ. അതിൽ u of xൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, നമ്മുടെ കേസിലെ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുക. അപ്പോൾ u0 ഇവിടെ കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടി, മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഫസ്റ്റ് d² ψ/dx² പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ψ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ψ. അപ്പോൾ ഇവിടുത്തെ ഈ കോൺസ്റ്റൻ്റ് ആണ് ഒഴിവാക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മൊത്തമായിട്ട് -2m/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ -h×2/2m കട്ടായി പോകും. പിന്നെ ഇവിടെ -2m/h² വരും, ഇവിടെയും -2m/h² വരും. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും, d² ψ/dx² -2m/h² ഇൻറ്റു u0 ψ. അല്ല പ്രശ്നമില്ല, ഇവിടെ ഒരു മൈനസ് സൈനൊക്കെ വരും കേട്ടോ. അവിടെ മൈനസ് ആയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ വരും. ഞാൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ടേമിനെ ഈ സൈഡ് ഈക്വലിൻ്റെ ഈ ഭാഗത്തേക്ക് RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ, സെക്കൻഡ് ടേമിനെ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനായി മാറും. ഇനി രണ്ട് പോസിബിലിറ്റികളുണ്ട് അവിടെ.
ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് u0 ഇൻറ്റു സൈ. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റ്. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. സൈൻ്റെ കോയിഫിഷ്യൻറ്റ് മൈനസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ മൈനസ് u0. ഇത് കോൺസ്റ്റൻ്റ് ആണല്ലോ, ഈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. u0 കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മൊത്തം സൈൻ്റെ കോയിഫിഷ്യൻറ്റുകളൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ട് പോസിബിലിറ്റികളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്കിളിൻ്റെ എനർജി ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കൂടുതലാവാം, അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ എനർജി ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കുറവാവാം. രണ്ട് കേസുകളുണ്ട്. രണ്ട് കേസ് ആകുമ്പോഴും സൊല്യൂഷൻ മാറും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കേസാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ എനർജി ഓഫ് പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ഇ ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ എനർജി. അതായത് നമ്മൾ സിസ്റ്റത്തിൻ്റെ ആ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കൂടുതലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇ മൈനസ് u0 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഈ ഗ്രേറ്റർ ദാൻ u0 എന്ന് പറഞ്ഞാൽ u0 അത് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ ഇതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു റിയൽ ക്വാണ്ടിറ്റി ആയിരിക്കും. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പുട്ട് കെ സ്ക്വയർ ഈക്വൽ ടു 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് u0. അതിനെ കെ സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ, അതിനെ കെ സ്ക്വയർ എന്ന് വിളിച്ചാൽ നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മോഡിഫൈ ചെയ്യാം. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ സൈ. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ മൈനസ് u0 വിച്ച് ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. കാരണം ഈ ഗ്രേറ്റർ ദാൻ u0 ആണ്. ഈ ലെസ് ദാൻ u0 ആണെങ്കിൽ അത് റിയൽ ആവില്ല, ഇമാജിനറി ആവും. കാരണം റൂട്ടിൻ്റെ ഉള്ളിൽ -1 വന്നാൽ എന്താ? റൂട്ടിൻ്റെ ഉള്ളിൽ -1 വന്നാൽ ഐ വരും, അതായത് ഇമാജിനറി ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് റിയലാണ്. അതായത് ഈ മൈനസ് u0 ഈസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിലാണ് കെ സ്ക്വയറിൻ്റെ റൂട്ട് കെ എന്ന് പറഞ്ഞാൽ ഒരു കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരിക. കെ ഈസ് ഈക്വൽ ടു എന്താ വരിക? റൂട്ട് ദിസ്. ആ ക്വാണ്ടിറ്റി ഒരു പോസിറ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ എന്തായി മാറി? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ സൈ. ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് സൊല്യൂഷന് എക്സ്പോണൻഷ്യൽ ഫോമിലായിരിക്കും. നമുക്ക് വി ക്യാൻ അസ്യൂം ദ സൊല്യൂഷൻ ഇൻ ദ ഫോം ഓഫ് എക്സ്പോണൻഷ്യൽ. അപ്പോൾ അത് എന്തായാലും മനസ്സിൽ നിർബന്ധമായിട്ട് ഓർമ്മ വേണം. കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് എക്സ്പോണൻഷ്യലിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എഴുതാം: സൈ ഈക്വൽ ടു എ ഇ റൈസ് ടു ആൽഫ എക്സ്, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റൈസ് ടു ആൽഫ എക്സ്, എക്സ്പോണൻഷ്യൽ ഫോമിലുള്ള ഒരു സൊല്യൂഷൻ. ഇനി അതിനവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടെത്തണം. അപ്പോൾ ആദ്യം ഡി സൈ ബൈ ഡി എക്സ് കണ്ടെത്തിയാൽ ആൽഫ ഇ റൈസ് ടു ആൽഫ എക്സ് എന്നാവും. എ കോൺസ്റ്റൻ്റ് ആണല്ലോ. പിന്നെ ഈ എക്സ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആൽഫ പുറത്ത് വരും. ആൽഫ എ ഇ റൈസ് ടു ആൽഫ എക്സ്. ഒന്നും കൂടി ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? ആൽഫ സ്ക്വയർ എ ഇ റൈസ് ടു ആൽഫ എക്സ് എന്ന് വരും. ഇവിടെ ടി എന്നുള്ളതല്ല, ടി അല്ല, എക്സ് ആണ്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഇതുവരെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റ് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിൽ അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം ഇതിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതോറും എന്ത് ചെയ്യും? ഈ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ പുറത്ത് വരിക. അവിടെ കൊടുക്കുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ എന്താവും? ഇവിടെ എന്ത് കൊടുത്താൽ മതി? ആൽഫ സ്ക്വയർ എ ഇ റൈസ് ടു ആൽഫ എക്സ്, പിന്നെ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു സൈൻ്റെ സ്ഥാനത്ത് എ ഇ റൈസ് ടു ആൽഫ എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്തായി മാറും? ഇങ്ങനായി മാറും. ഈ എ ഇ റൈസ് ടു ആൽഫ എക്സും മുമ്പ് വെട്ടിപ്പോവും. എ രണ്ട് സൈഡിലും കട്ട് ചെയ്യുക. ഇ റൈസ് ടു ആൽഫ എക്സും രണ്ട് സൈഡിലും കട്ട് ചെയ്യുക. ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ. ആൽഫ സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ. ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് കെ സ്ക്വയർ. ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് കെ സ്ക്വയർ. അതായത് റൂട്ട് -1 ഇൻറ്റു റൂട്ട് കെ സ്ക്വയർ. റൂട്ട് -1 എന്താ? ഐ. കെ സ്ക്വയറിൻ്റെ റൂട്ട് എന്താ? കെ. അപ്പോൾ ഐ ഇങ്ങനെ ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇങ്ങനെ വരിക. സോറി ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ. ആൽഫ ഈസ് ഈക്വൽ ടു ഇംപ്ലൈസസ് ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് കെ സ്ക്വയർ.
ഏതുപോലെ നമ്മൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുത്താണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു +or-2 എന്ന് എഴുതൂലേ, +or-√4 എന്ന് എഴുതും. അതായത് എക്സ് +2 ആയാലും 4 എക്സ് സ്ക്വയർ 4 കിട്ടും, എക്സ് -2 ആയാലും എക്സ് സ്ക്വയർ 4 കിട്ടും. രണ്ട് സാധ്യത ഉണ്ട് അവിടെ, മൈനസ് ആയാലും പ്ലസ് ആയാലും. അതുകൊണ്ടാണ് ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു +or-√-k². അപ്പോൾ മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് തന്നെ എന്താവും, √-1 ഇൻറ്റു √k². അപ്പോൾ √-1 എന്താ i, k² റൂട്ട് പുറത്ത് +or- ഉണ്ട്, k² റൂട്ട് k. അപ്പോൾ +or-ik ആയിരിക്കും ആൽഫയുടെ വാല്യൂ വരിക. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത സൊല്യൂഷനിലെ ആൽഫയുടെ വാല്യൂ എന്താണ്, +or-ik ആണ്. നമ്മളെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലെ +or-ik. k എന്ന് പറഞ്ഞാൽ എന്താ, k എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റിയാണ്, ഈ ക്വാണ്ടിറ്റി, അതായത് ഈ k² ഇതല്ല എടുത്തത്. അപ്പോൾ k എന്ന് പറഞ്ഞാൽ √2m/, അതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലെ ആൽഫ എന്തിൻ്റെ ടേമിൽ കിട്ടി, നമ്മൾ അസ്യൂം ചെയ്ത സൊല്യൂഷനിലെ ആൽഫ നമുക്ക് നമ്മളെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റുകളുടെ ടേമിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ആൽഫയ്ക്ക് രണ്ട് വാല്യൂ ഇവിടെ പോസിബിളാണ്, +ik ഉണ്ട്, അതുപോലെ -ik ഉണ്ട്, ഇല്ലേ? നമ്മളവിടെ എന്താ ആൽഫ ഈക്വൽ +or-ik അല്ലേ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത സൊല്യൂഷനിൽ ആൽഫയ്ക്ക് +ik കൊടുക്കാം, -ik കൊടുക്കാം. അതായത് രണ്ട് സൊല്യൂഷൻ അവിടെ പോസിബിളാണ്. +ik കൊടുക്കുമ്പോഴൊരു സൊല്യൂഷൻ ഉണ്ട്, -ik കൊടുക്കുമ്പോഴൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് സമ്മായിട്ട് എഴുതാൻ പറ്റും. ഇതൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും. Psi = a1e⁻ikx + a2e⁻−ikx. കോൺസ്റ്റൻറ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മാക്കി എഴുതാം, രണ്ട് വാല്യൂ ഉണ്ടെങ്കിൽ. ഇനി ഇതിപ്പോൾ ഈ ഒരു ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസിലേറ്ററി സൊല്യൂഷനാണിത്. എക്സ്പോണൻറ്റിൻ്റെ പവറിൽ i വരികയാണെങ്കിൽ അത് ഓസിലേറ്ററി സൊല്യൂഷൻ. അത് എങ്ങനെയാണ് വന്നത് നോക്കുകയാണെങ്കിൽ, യൂസിങ് ദ ഐഡൻറ്റിറ്റി e⁻iθ = cos⁡θ + i sin⁡θ. കേട്ടിട്ടുണ്ടോ? e⁻iθ എന്നുള്ളത് cos⁡θ + i sin⁡θ ആണ്. ഇത് യൂളേഴ്സ് ഫോർമുലയാണ്. ഈ ഒരു ഫോർമുലയെ വിളിക്കുന്ന പേരാണ് യൂളേഴ്സ് ഫോർമുല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇനിയുള്ള ഡിസ്കഷനിലൊക്കെ അത് ആവശ്യമുണ്ട്. യൂളേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് മാറ്റാം. e⁻ikx എന്താ, ഇവിടെ e⁻ikxനെ നമുക്ക് എന്ത് ചെയ്താം, cos kx പ്ലസ് ഈ ഇത് പ്രകാരം sin kx എന്ന് എഴുതാം. ഇവിടെ തീറ്റൻ്റെ പകരം kx ആണ്, എന്താവും cos kx + i sin kx. e⁻−ikx എന്താവും, കോസ് ഇവിടെ ഇപ്പോൾ തീറ്റൻ്റെ സ്ഥാനത്ത് -kx ആണ് ഇവിടെ. അപ്പോൾ cos -kx cos -kx + i sin -kx. ഓക്കെ, അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ cos ഓഫ് -θ എന്താണ്, cos θ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ cos -kx എന്ന് പറഞ്ഞാൽ cos kx തന്നെ. അതൊക്കെ +2 പഠിച്ച ഐഡൻറ്റിറ്റികളാണ്. അപ്പോൾ ഇതെന്തായി മാറും, cos ഓഫ് -kx എന്ന് പറഞ്ഞാൽ cos kx ആണ്. പിന്നെ sin ഓഫ് -θ എന്താ, -sin⁻θ ആണ്. ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ഇവിടെ പ്ലസ് ആണ്, ഈ sin ഓഫ് -kxനെ മാറ്റുക. sin -kx എന്നുള്ളത് -sin kx ആവും. അപ്പോൾ ഇവിടെ ഈ പ്ലസ് മൈനസ് ആവും, ആ ഉള്ളിലുള്ള മൈനസിനെ പുറത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനെ രണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സൊല്യൂഷനിലെ ഈ സൊല്യൂഷനിലെ e⁻ikxനെ cos kx + i sin kx എന്ന് കൊടുക്കാം, e⁻−ikxനെ എങ്ങനെയും കൊടുക്കാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ കോസും സൈനും വരും, ഇവിടെയും കോസും സൈനും വരും. അപ്പോൾ അത് ഇതാക്കുമ്പോൾ എഗെയിൻ എന്താ വരിക, ഈ ഫോമുല വരിക, a sin kx + b cos kx. ഇവിടെ a sin kx + b cos kx ആണ്. അത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ e⁻ikxൻ്റെ അവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, e⁻−ikxൻ്റെ അവിടെ ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു cos kxൻ്റെ ഒരു ടേം വരും, ഒരു കോൺസ്റ്റൻറ്റ് വിത്ത് cos kx.
പിന്നെ സൈൻ കെ എക്സിൻ്റെ ഇവിടെ ഒരു കോമൺ ആയിട്ട് വരും. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? സൈൻ കെ എക്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ്, കോസ് കെ എക്സ് വിത്ത് അനദർ കോൺസ്റ്റൻറ്റ്, അങ്ങനെ വരും. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് വേണമെങ്കിൽ അതിന് സൈഡിൽ എഴുതാം. ഇങ്ങനെയാണ് സൈ ഈക്വൽ ടു എ ഇ റേസ് ടു ഐ കെ എക്സ് പ്ലസ് ബി ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ് അല്ലേ. അപ്പോൾ അവിടെ എ ഇൻറ്റു കോസ് കെ എക്സ് പ്ലസ് ഐ സൈൻ കെ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് കെ എക്സ് മൈനസ് ഐ സൈൻ കെ എക്സ്, ഇങ്ങനെയല്ലേ ഉള്ളത്. ഇതിൽ കോസ് കെ എക്സിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളെ സൊല്യൂഷൻ A1 ഇ റേസ് ടു ഐ കെ എക്സ് പ്ലസ് A2 ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം. A1 ഇ റേസ് ടു ഐ കെ എക്സ്, പിന്നെ ഇതിനെ A2 ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ്. അപ്പോൾ ഇവിടെ A1 ഉണ്ടാവും, ഇവിടെ A2. ഇനി ഈ കോസ് കെ എക്സിന് സൈൻ കെ എക്സിന് കോമൺ ആയിട്ട് എടുക്കുക. ഇവിടെ ഒരു സൈൻ കെ എക്സ് ഉണ്ട്, ഇവിടെ ഒരു സൈൻ കെ എക്സ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്താ വരിക? A1 പ്ലസ് A2 കോസ് കെ എക്സ്, ഇവിടെ കോസ് കെ എക്സ്, ഇവിടെയും കോസ് കെ എക്സ്, അതിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ വരിക. പിന്നെ ഐ ഇൻറ്റു A1 മൈനസ് A2 സൈൻ കെ എക്സ്, ഇങ്ങനെ വരിക. ഈ A1 പ്ലസ് A2നെ നമ്മൾ എ എന്ന് വിളിച്ചത്, അല്ല ബി എന്ന് വിളിച്ചത് ഇതിൽ, പിന്നെ ഇതിനെ നമ്മൾ എ എന്ന് വിളിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെ അത് വരുന്നത്. വെറുതെ കണ്ണടച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം റിലേറ്റഡാണ്. അപ്പോൾ ഇ റേസ് ടു ഐ കെ എക്സ് നമ്മുടെ സൊല്യൂഷനിൽ വരികയാണെങ്കിൽ അത് സിനിസോയിഡൽ സൊല്യൂഷനാണ്. അതായത് സൊല്യൂഷൻ എന്താണ്? സൈനിൻ്റെയും കോസിൻ്റെ ഒക്കെ എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓസിലേറ്ററിയാണ്. അപ്പോൾ എക്സ്പോണൻറ്റിൻ്റെ പവറിൽ ഇമാജിനറി ടേമാണ് വരുന്നതെങ്കിൽ സൊല്യൂഷൻ ഓസിലേറ്ററി ആയിരിക്കും. അത് സൈനിൻ്റെയും ടേമിലും കോസിൻ്റെയും ടേമിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അത് അറിഞ്ഞിരിക്കുക. ഇത് സൈഡിൽ ഞാൻ മായ്ച്ച് കളയാം. അപ്പോൾ എന്താണ്? എബോവ് ഇക്വേഷൻ ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ വെൻ ടോട്ടൽ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇതാണ് എന്ത് എപ്പോഴുള്ള കേസ്. നമ്മൾ ഏത് കേസാണ് പറഞ്ഞത്? കേസ് 1, ടോട്ടൽ എനർജി ഇ ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ എനർജി. ഈ U0 കൂടുതലാകുമ്പോഴുള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി വേറൊരു കേസും കൂടി ഉണ്ട്. ഇവിടെ ഇ ലെസ് ദാൻ U0, ടോട്ടൽ എനർജി ഈ ചെറുതാണ്, U0 വലുതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മൈനസിനെ പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് U0 മൈനസ് ഇ എന്നാവും. അപ്പോൾ അതൊരു ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവും. ഇ ലെസ് ദാൻ U0 ആണെങ്കിൽ ഇ മൈനസ് U0 ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഇ മൈനസ് U0നെ നമുക്ക് എന്ത് ചെയ്താൽ മൈനസ് ഓഫ് U0 മൈനസ് ഇ എന്ന് എഴുതാം. കാരണം എന്താ? ഇ ചെറുതും യു വലുതും അല്ലേ. അങ്ങനെയാണെങ്കിൽ തിരിച്ചെഴുതുമ്പോൾ മൈനസിനെ പുറത്തെടുക്കുക, U0 മൈനസ് ഇ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സാധനം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സാധനമൊന്നും മാറുന്നില്ല, സാധനം ഇത് തന്നെയാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആൾ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഈ മൈനസ് U0 എന്ന് പറഞ്ഞാൽ മൈനസ്, ഇതും മൊത്തത്തിൽ മൈനസ് തന്നെ. മൈനസ് പുറത്തെടുത്തു, എന്നിട്ട് ഉള്ളിലുള്ള ആളെ പോസിറ്റീവ് ആക്കിയത്. അപ്പോൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ മാറ്റി എഴുതാം. ശ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തായിരുന്നു? ഇ മൈനസ് U0 എന്ന് അതിനെ മൈനസ് പുറത്തെടുത്തു. അപ്പോൾ ഇതെന്താവും? പ്ലസ് 2m/h² U0 മൈനസ് ഇ എന്നാവും. അപ്പോൾ എന്തായി മാറും? നമ്മുടെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഇങ്ങനെ മാറും. d² ψ/dx² = 2m/h² U0 മൈനസ് ഇ ഇൻറ്റു ψ. അപ്പോൾ ഇവിടെ നമുക്ക് k പ്രൈം ഈസ് ഈക്വൽ ടു k² ഈക്വൽ ടു ഈ ഒരു കോൺസ്റ്റൻറ്റ്. ഇതെന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റാണ്. ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളാണ്. സൈ മാത്രമേ ഒരു ഫംഗ്ഷന് ആയിട്ട് വരുന്നുള്ളൂ, സൈ എക്സും. അപ്പോൾ 2m/h² U0 മൈനസ് ഇനെ k² എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഇങ്ങനെ ആയി വരും. d² ψ/dx² = k² ψ. ഇതിൻ്റെ സൊല്യൂഷൻ എന്താ? കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ സൊല്യൂഷൻ എക്സ്പോണൻറ്റിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ψ = a⁻⁴ x അതവിടെ കൊടുക്കുക. അപ്പോൾ d² ψ/dx² കണ്ടെത്തി ഇവിടെ കൊടുക്കുക. ഇവിടെ ആ സൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും? സൈ ആൽഫയ്ക്ക് 2 വാല്യൂ കിട്ടും, നേരത്തെ ചെയ്ത പോലെ തന്നെ. ആൽഫയുടെ ഒരു വാല്യൂ പ്ലസ് k' കിട്ടും, മറ്റൊരു വാല്യൂ -k' എന്ന് കിട്ടും. സൊല്യൂഷൻ എന്താ കിട്ടുക? a e⁻k' x പ്ലസ് b e⁻−k'.
ഇവിടെ ഐ ഉണ്ടാവില്ല. ഇവിടെ ഐ ഉണ്ടാവില്ല, കാരണം ഇത് പോസിറ്റീവ് ആയതുകൊണ്ട്, ഈ കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടുന്ന് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് കെ പ്രൈം സ്ക്വയർ ഉണ്ടാവുക. അപ്പോൾ ഇതാണെന്ത് സൊല്യൂഷൻ, എക്സ്പോണൻഷ്യൽ സൊല്യൂഷൻ when the total energy of the particle is less than the potential energy. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി കൂടുതലും ടോട്ടൽ എനർജി ചെറുതാവുമ്പോഴുള്ള കേസ് ഇതാണ്. ആ സമയത്ത് എക്സ്പോണൻഷ്യൽ സൊല്യൂഷൻ ആയിരിക്കും, ഓസിലേറ്ററി സൊല്യൂഷൻ ആവില്ല. ഇത് നമുക്ക് സൈനും കോസായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, കാരണം യൂളർ ഫോമിൽ ഇവിടെ പറ്റില്ലല്ലോ. കാരണം യൂളർ ഫോമിൽ എന്താ ഇ റൈസ് ടു ഐ തീറ്റയാണ്. ഇ റൈസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ഐ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സൊല്യൂഷന് എക്സ്പോണൻഷ്യൽ സൊല്യൂഷൻ ആയിരിക്കും. ഇതൊരു എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സൊല്യൂഷനാണ്. ഇങ്ങനെ ഇതൊരു ശരിക്കും ഇങ്ങനത്തെ കേസുകളൊന്നും പ്രാക്ടിക്കലായിട്ടില്ല. പക്ഷേ നമ്മൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറച്ച് സിറ്റുവേഷനാണിത്. അപ്പോൾ രണ്ട് സൊല്യൂഷനാണ് നമ്മുടെ, രണ്ട് പോസിബിൾ സൊല്യൂഷൻ ഉണ്ട്. ഒന്നാണെന്ത് ഇ ഗ്രേറ്റർ ദാൻ u0 ആവുന്ന സമയത്ത് ഓസിലേറ്ററി സൊല്യൂഷൻ. രണ്ടാമത്തത് ഇ ലെസ് ദാൻ 0 ആ സമയത്ത് സൊല്യൂഷൻ ഇങ്ങനെ. നമ്മളിവിടെ എന്താ ചെയ്തത്, ആദ്യം ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി,